സുബ്ഹാനല്ലാഹ്. ഞാനെന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം നമ്മളുടെ ഏത് രോഗവും ശിഫയാകാനുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ രോഗം അല്ലാഹു ശിഫയാക്കുന്നതാണ്. റബ്ബേ, നീ മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പടച്ചവനെ വലുതും ചെറുതുമായ സകല രോഗങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു ചെറിയ രോഗം വന്നാൽ തന്നെ നമ്മൾ തളർന്നു പോവുകയാണ്. അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാൻ പടച്ചവനെ സകല രോഗങ്ങൾ നമ്മൾ കാക്കണേ അല്ലാഹ്. നാം ഒരു ദീനിന്റെ സദസ്സിൽ ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആരും അത് നിസ്സാരമാക്കി കളയരുത്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വഅദിന്റെ സദസ്സുകൾ, ദീനിന്റെ സദസ്സുകൾ ആര് നിസ്സാരമായി ഇതിനെ കാണരുത്. ഒരിക്കൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു വേള ദുഹ്ർ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദുൽ നബവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാന്യരായ മഹത്തുക്കളായ 3 സഹാബാക്കൾ തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഖൽബിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഏതാണെന്ന് പറയാമോ? എന്റെ രോഗത്തിന്റെ ഔഷധമായി എന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അല്ലാഹുവിന്റെ ദീൻ കേൾക്കുക എന്നുള്ളതാണ്. ആ സഹാബാക്കൾ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, എന്റെ രോഗം ശിഫയാകണം, എന്റെ ജീവിതത്തിലെ ഖൈറുകൾ അല്ലാഹു നൽകണം, എന്റെ ദുരിതങ്ങളും വേദനകളും വിഷമങ്ങളും അല്ലാഹു എനിക്ക് നൽകണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഒരു ചരിത്രം പറഞ്ഞു പോയാൽ അതിന്റെ താഴ്ഭാഗത്ത് വന്ന് കമന്റഡ് ഉസ്താദേ ഒരുപാട് നീണ്ടുപോകുന്ന അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും പറയുന്ന സദസ്സിൽ ഇരിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കാൻ ഒരു കാരണമാണ്, ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണ്, ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും നീങ്ങിപ്പോകാൻ ഒരു കാരണമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ദീനിന്റെ മജ്ലിസിൽ പോയിരിക്കലാണ് ഇന്ന് ഞാൻ നല്ലൊരു അമൂല്യ മുത്തായി ഔഷധമായി കാണുന്നത്. സഹാബാക്കൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ദീനിന്റെ മജ്ലിസിൽ സംഗമിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാതായി പോകുമെന്ന് അത് എങ്ങനെയാണ്? ആ സമയം മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വേള മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീൻ പറയാൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ദീന് പറയാൻ മഹാനവറുകൾ കടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കുറെ ദിവസങ്ങളായി ഞാനൊരു രോഗത്തിന് അടിമയായി കഴിഞ്ഞു, ഞാനൊരു രോഗത്തിലായിരുന്നു, എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു, എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. അങ്ങനെ ഞാൻ ആ സന്ദർഭത്തിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, പ്രിയപ്പെട്ട സഹാബ, നിങ്ങൾ പരിശുദ്ധമായ ദീൻ പറയുമ്പോൾ ആ മജ്ലിസിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഏത് ആഗ്രഹമാണോ ആ ഒരു ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചിരുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് ഏത് ആഗ്രഹമുണ്ടെങ്കിലും അത് അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ മജ്ലിസിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് കരുതി, അല്ലാഹുവേ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ ഞാൻ കടന്നു പോകുകയാണ്, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന റബ്ബേ, ഈ
സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്, എന്റെ സങ്കടം മാറ്റണേ അല്ലാഹ്, എന്റെ ദുരിതം മാറ്റണേ അല്ലാഹ്. നീ അല്ലാതെ ഇതൊന്നും മാറ്റിത്തരാൻ ലോകത്ത് ആർക്കും കഴിയില്ലേ റബ്ബേ. അങ്ങനെ ഞാൻ ആ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ആ രോഗം എനിക്ക് ശിഫയാക്കി തന്നെന്ന് മഹാനവറുകൾ ആ സഹാബാക്കളോട് പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിന് വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. ഇന്ന് നമ്മൾ പലരും ആ ദീനിന്റെ സദസ്സിലേക്ക് പോകാൻ പഠിക്കുകയാണ്. മനുഷ്യൻ ഇങ്ങനെ എല്ലാത്തിനും ലാഭം നോക്കി അതിന്റെ സദസ്സുകൾ വന്നാൽ അതിന്റെ സദസ്സിൽ നാൾ വളരെ കുറവാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പല ന്യായങ്ങളാണ് അവൻ പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമോ, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകണമോ, അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നൽകപ്പെടണമോ, അപ്പൊ അതിന്റെ സദസ്സുകളിൽ അല്ലാഹുവിന്റെ ദീൻ സദസ്സുകൾ നിങ്ങൾ പോയിരിക്കണം. അത് വലിയ ശിഫയുള്ള ഒരു സ്ഥലമാണ്. ഞാനിതെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മജ്‌ലിസിന്റെ ദീനിന്റെ സദസ്സിന് വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസുമായി ബന്ധപ്പെട്ടവർ, നമ്മളെ വീഡിയോകളിൽ കാണുന്നവർ, നമ്മുടെ മജ്‌ലിസിലുള്ളവർ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം രോഗങ്ങൾ ശിഫയാകാനുള്ള നല്ലൊരു സൂറത്തിനെ പറ്റിയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഈ അമൽ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്നതാണ്. അതിരാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ശേഷം പരിശുദ്ധ ഖുർആനിലെ 98ാമത്തെ ഒരു ചെറിയ സൂറത്തായ സൂറത്തുൽ ബയ്യിന, എത്രാമത്തെയാണ്? 98ാമത്തെ സൂറത്തായ സൂറത്തുൽ ബയ്യിന ഒരു തവണ ഓതുക, ഒരു പ്രാവശ്യം ഓതുക. ശേഷം ഇശ്ഫി എന്ന് പറഞ്ഞ ആ വെള്ളത്തിൽ മന്ത്രിക്കുക. എന്നിട്ട് വെറും വയറ്റിൽ നമ്മൾ കുടിക്കുക. രാത്രി ഉറങ്ങാൻ നേരത്തും ഇങ്ങനെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ സൂറത്ത് യാസീനിലെ 78, 79 ആയത്ത് അത് ഞാനൊന്ന് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അപ്പോൾ 78, 79 ആയത്തുകൾ സൂറത്തുൽ ബയ്യിന ഓതുന്നതോടൊപ്പം ഈ രണ്ട് ആയത്തുകളും 7 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 11 തവണയോ മന്ത്രിച്ച് കുടിക്കുക. ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ്. രോഗങ്ങൾ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യുക. പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും ശമനമാണ്. ഖുർആൻ കൊണ്ട് ശിവ കിട്ടാത്തവന് ഒരിക്കലും മറ്റൊന്നും കൊണ്ട് ശിവ കിട്ടുന്നതല്ല. അല്ലാഹുവേ, ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ് റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആയുരാരോഗ്യം നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ രണ്ട് സൂറത്തുകളും, ഈ സൂറത്തുൽ ബയ്യിനയും അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ ഈ രണ്ട് സൂറത്തും ഓതി മന്ത്രിച്ച് നിങ്ങൾ കുടിച്ചു നോക്കുക. നല്ല ഇഖ്ലാസോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് റബ്ബേ എന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ് എന്ന് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു ഖുർആനിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കുന്നതാണ്. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആയുരാരോഗ്യം നിലനിർത്തണേ പടച്ചവനെ. അപകടങ്ങളിൽ നിന്നും, അപകടമരണങ്ങളിൽ നിന്നും, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകളെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സർവ്വ രോഗങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട്
വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ എല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.